തട്ടത്തിൻ മറയത്ത്, വടക്കൻ സെൽഫി, പ്രേമം തുടങ്ങിയ സിനിമകളോടെ നിവിൻ പോളി മലയാള സിനിമയെ പീക്കിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു. നിവിന് തുടർച്ചയായ പരാജയം ഉണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും ആ പഴയ നിവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 2025 അവസാനം നിവിൻ പോളി ഒരു ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന സിനിമയിലൂടെ പരാതികളെല്ലാം നിവിൻ നികത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിയാണ് കൂളായിട്ട് നിവിൻ തൂക്കിയതും. നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമെന്നായി മാറി സർവമായ. ഗംഭീര ഫൈറ്റ് സീനുകളോ ത്രില്ലടിപ്പിക്കുന്ന പഞ്ച് ഡയലോഗുകൾ ഒന്നുമില്ലാഞ്ഞിടത്തും പ്രേക്ഷകർ സർവമായി സ്വീകരിച്ചു. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് ഫാമിലിയായി കാണാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ എന്നത് തന്നെയാണ് സിനിമയുടെ വലിയ വിജയത്തിന് കാരണം. ഒപ്പം നിവിൻ പോളിയുടെയും അജു വർഗീസിന്റെ ഒത്തുകൂടലും സിനിമയുടെ വിഷ്വൽ ഭംഗിയും ഗാനങ്ങളും മികച്ചതായിരുന്നു. പ്രായമായി, ഫിറ്റ്നസ് പോയി എന്നീ ബോഡി ഷേമിംഗ് കമന്റുകൾ നടത്തിയവർക്കും ഇയാൾ ഫീൽഡ് ഔട്ട് എന്നീ പറഞ്ഞ കളിയാക്കർക്കുമെല്ലാം നിവിൻ പോളിയുടെ സർവമായ എന്ന സിനിമയിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ഈ വർഷം നിവിൻ പോളിയുടെ ലൈനപ്പുകളും ശ്രദ്ധേയമാണ്. അരുൺ റോമ സംവിധാനം ചെയ്യുന്ന ബേബി ഗേളാണ് നിവിൻ നായകനായി എത്തുന്ന അടുത്ത സിനിമ. ത്രില്ലർ ജോണിൽ ഒരുക്കുന്ന സിനിമ ജനുവരിയിൽ തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. സുരേഷ് ഗോപി ചിത്രം ഗരുഡന് ശേഷം അരുൺ ഒരുക്കുന്ന സിനിമയാണിത്. മാജിക് ഫ്രെയിമിന്റെ ബാനറിൽ ഡിസ്റ്റിൻ സീവനാണ് സിനിമ നിർമ്മിക്കുന്നത്. എക്കാലവും മലയാളി പ്രേക്ഷകർക്ക് സൂപ്പർ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. നായികയായി എത്തുന്ന ലിജോ മോളാണ്. നയൻതാര നിവിൻ പോളി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഡിയർ സ്റ്റുഡന്റും ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ്. ജോർജ് ഫിലിപ്പ് റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. വിനീത് ജെയിൻ നേതൃത്വം നൽകുന്ന മാർവെക് ന്യൂസിന്റെ പ്രൈവറ്റ് ലിമിറ്റഡും സഹകരിച്ച് പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളി തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. ചിത്രം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. പ്രേംറവ് എന്ന വൻപൻ ഹിറ്റിന് ശേഷം ഗിരീഷ് ഒരുക്കുന്ന ബെദ്ലഹേം കുടുംബ യൂണിറ്റിൽ നിവിനാണ് നായകൻ. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും. ചിത്രം 2026 ഓണത്തിന് പുറത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മമിത ബൈജു ആണ് സിനിമയിലെ നായിക. പ്രേമലൂരിന് തിരക്കഥയൊരുക്കിയ ഗിരീഷ് കിരൺ ജോസിയും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. ലോകേഷ് കനകാന്റെ എൽസിയുവിന്റെ ഭാഗം കൂടിയാണ് നിവിൻ. ബെൻസ് എന്ന സിനിമയെ വാട്ടർ എന്ന കഥാപാത്രമാണ് നിവിൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ കൊടുമ്പില്ലനാണ് നിവിൻ എത്തുന്നതും. ആദിത്യ ചന്ദ്രശേഖർ സംവിധാനത്തിൽ അണിയറയിൽ ഒരുങ്ങുന്ന മൾട്ടിവേഴ്സ് മദനിലും നിവിൻ പോളിയാണ് നായകൻ. നിവിൻ പോളി നായകനായി എത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു.